വീണ്ടും സൈറൺ മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്ത് വേണമെങ്കിലും സംഭവിക്കാം അല്ലേ? വീണ്ടും സൈറൺ മുഴങ്ങുമ്പോൾ ആർക്കെതിരെയോ ഒരു പണി വരുന്നുണ്ട് അവറാച്ച എന്നുള്ളതാണ്. ആരാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ നിൽക്കുന്നത് സുജിത് ദാസിന്റെ ചിത്രമാണ്. സുജിത് ദാസുമായി ബന്ധപ്പെട്ട മറ്റെന്തോ ഒരു വാർത്തയാണ് ഇനി പ്രേക്ഷകർ കേൾക്കാൻ പോകുന്നത്. നമുക്ക് കേൾക്കാം. സൈഫുനീസയാണ് ബ്രേക്കിംഗ് വാർത്ത പ്രേക്ഷകരിലേക്ക് നൽകുക. സൈഫുനീസ, വെരി ഗുഡ് മോർണിംഗ്. വീണ്ടും സൈറൺ അടിച്ചിരിക്കുന്നു. വീണ്ടും ഒരു ബ്രേക്കിംഗ് വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. എന്താണ് സൈഫുനീസ? അരുൺകുമാർ, സുജിത് ദാസിനെതിരെ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗവും അന്വേഷണം ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയൊരു വാർത്ത നമുക്ക് പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇന്നലെ കസ്റ്റംസിന്റെ ഒരു യോഗം കൊച്ചിയിൽ ചേർന്നിരുന്നു. ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു യോഗം ചേർന്നതിൽ നിന്നാണ് സുജിത് ദാസിനെതിരെ നിലവിൽ PV അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ ഒരു അന്വേഷണം നടത്തണമെന്നുള്ളത്. ഈ SP ആയിരിക്കുന്ന സുജിത് ദാസും ഒപ്പം തന്നെ കസ്റ്റംസും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണക്കടത്ത് തന്നെയാണ്. അതുകൂടാതെ തന്നെ ഈ SP ആകുന്ന പോലീസിൽ ചേരുന്നതിന് മുമ്പ് കസ്റ്റംസിൽ ഇൻസ്പെക്ടർ ആയിരുന്നു സുജിത് ദാസ്. അത് കർണാടക സെക്ടറിലായിരുന്നു എങ്കിൽ പോലും നിരവധി സ്വർണ്ണക്കടത്ത് എല്ലാം പിടികൂടിയിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ആ തരത്തിൽ ഒരു അന്വേഷണം കൂടിയാണ് നടത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ സ്വർണ്ണക്കടത്ത് മാഫിയകളുമായി ബന്ധമുണ്ടോ, ഇത്തരം നേരത്തെ തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് തന്റെ ടീമിലല്ലാത്തവരുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിടികൂടുന്നതൊക്കെ സുജിത് ദാസിന്റെ രീതിയാണ് എന്ന് PV അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ അക്കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ടോ, ഏതെങ്കിലും സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് സഹായം ചെയ്തു നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു പ്രാഥമിക അന്വേഷണമാണ് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം ഇപ്പോൾ ചെയ്യുന്നത്. എന്നാലും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണങ്ങളൊന്നും നൽകുന്നില്ല. എങ്കിൽ പോലും ഇന്നലെ ചേർന്നിരിക്കുന്ന യോഗത്തിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. നിലവിൽ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ കസ്റ്റംസ് പ്രാഥമിക ഒരു അന്വേഷണം നടത്താറുള്ളതാണ്. ആ രീതിയിലൊരു അന്വേഷണമാണ് പ്രാഥമിക അന്വേഷണം സുജിത് ദാസിനെതിരെ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗവും നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സൈറൺ കേട്ടപ്പോ ശരിക്കും പറഞ്ഞാൽ സുജിദാസിനെ ചങ്കിടിച്ച് കാണും. ആ വാർത്ത വന്നതിന് തൊട്ടു പിന്നിലാണ് നമ്മൾ വീണ്ടും അടുത്ത വാർത്ത കൂടി പ്രേക്ഷകർക്ക് കൊടുക്കുന്നത്. സുജിദാസ് ഇപ്പോൾ എന്തായാലും തലസ്ഥാനത്തേക്ക് എത്തുന്നുണ്ട്. സൈഫുനീസ, ഈ വാർത്ത സുജിദാസിനെ സംബന്ധിച്ച് അത്ര താങ്ങാൻ പറ്റുന്നതായിരിക്കില്ല. കാരണം കസ്റ്റംസിന്റെ ഇന്റലിജൻസ് ഈ വിഷയം അന്വേഷിക്കുമ്പോൾ അവിടുത്തെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കാൻ സാധ്യതയുണ്ട്. മാത്രവുമല്ല, ഈ PV അൻവർ MLA ഉന്നയിച്ച ആരോപണം വളരെ ഗുരുതരമാണ്. കസ്റ്റംസും പോലീസും ചേർന്നിട്ടുള്ള പൊറാട്ട് നാടകമാണ് ഈ സ്വർണ്ണം പൊട്ടിക്കലിലും സ്വർണ്ണക്കടത്തിലും നടക്കുന്നത് എന്നാണ്. 25 ബിസ്ക്കറ്റ് വന്നാൽ 10 ബിസ്ക്കറ്റ് നിങ്ങൾക്ക്, 10 ബിസ്ക്കറ്റ് നിങ്ങൾക്ക്, 5 ബിസ്ക്കറ്റ് കേസിന് എന്ന രീതിയിലാണ് അവിടെ വീതവെപ്പ് നടത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കസ്റ്റംസിന്റെ ഈ പ്രിവന്റീവ് വിഭാഗം നടത്തുന്ന അന്വേഷണം, ഇന്റലിജൻസ് വിഭാഗം നടത്തുന്ന അന്വേഷണം ഈ കഥകളിലേക്കൊക്കെ ചെന്ന് കയറാനുള്ള സാധ്യതയുണ്ടോ? ഒരു മഞ്ഞുമലയുടെ അറ്റമാണോ ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് സൈഫുനീസ? തീർച്ചയായും അരുൺകുമാർ, അങ്ങനെ തന്നെ വിശ്വസിക്കേണ്ടി വരും. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ കസ്റ്റംസിൽ ഉദ്യോഗസ്ഥനായിരുന്ന സമയത്ത് സുജിത് ദാസിന് അവിടെ പല സൗഹൃദങ്ങളും ഉണ്ടായിരിക്കുമല്ലോ. SP ആയപ്പോഴും ഇപ്പോൾ മലപ്പുറത്ത് SP ആയിരുന്ന കാലഘട്ടത്തിലും നിരവധി സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ കേസുകൾ പിടികൂടുകയും സംഘങ്ങളുമായി ബന്ധമുണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കസ്റ്റംസും പോലീസും തമ്മിലുള്ള ഒരു ഇടപാടുകൾക്ക് ചുക്കാൻ പിടിക്കാനും സുജിത് ദാസിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ അന്വേഷണം കസ്റ്റംസ് നടത്തും. പിന്നെ പോലീസ് നടത്തുന്ന ഒരു അന്വേഷണം പോലെ ഇതിൽ ഒതുങ്ങുന്നതോ സ്ഥലമാറ്റത്തിൽ ഒതുങ്ങുന്നതൊന്നും ആയിരിക്കില്ല. കസ്റ്റംസിന്റെ അന്വേഷണം, കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം അന്വേഷണം നടത്തി അക്കാര്യത്തിൽ എന്തെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ അത് വേറൊരു തലത്തിലേക്ക് പോവുകയും ചെയ്യും. എന്തായാലും കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. അന്നത്തെ സുജിത് ദാസിന്റെ ബന്ധങ്ങൾ എന്തെങ്കിലും ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ടോ, അത്തരം സഹായങ്ങൾ കസ്റ്റംസിൽ നിന്ന് സുജിത് ദാസിന് ലഭിക്കുന്നുണ്ടോ, സുജിത് ദാസിന്റെ സഹായങ്ങൾ എന്തെങ്കിലും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം തന്നെ ഈ പ്രാഥമിക അന്വേഷണത്തിൽ ഉൾപ്പെടും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു നിമിഷം ഈ കാര്യങ്ങളെ